ഹായ് ഫ്രണ്ട്സ്, നല്ലൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ, അതും കുക്കറിൽ. ആദ്യം തന്നെ ആവശ്യത്തിന് നെയ്യും ഓയിലും ഒഴിച്ചിട്ട് സ്പൈസസ് എല്ലാം ഇട്ട് പൊട്ടിക്കണം. കുറച്ച് സവോള അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ചെറിയുള്ളി ചതച്ചത് എന്നിവ ചേർത്ത് നന്നായി വഴറ്റണം. സവോള ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പിട്ടാൽ പെട്ടെന്ന് വഴണ്ടി കിട്ടുമേ. ഇനി ഇതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണേ. പൊടികളൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ കുറച്ച് തക്കാളി അരിഞ്ഞത് ചേർത്ത് വഴറ്റണം. ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലകളൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ബീഫാണ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി കുറച്ച് ഉപ്പും മഞ്ഞളും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് വേവിച്ച് വെച്ച ബീഫാണ്. 1 കപ്പരിക്ക് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഞാൻ ബീഫ് വേവിച്ചതിൻ്റെ സ്റ്റോക്കും ബാക്കി ഭാഗം വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർക്കുക. നന്നായി തിളച്ച് വരുമ്പോൾ അരി ചേർത്തിട്ട് ഇളക്കണം. ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കി വേണമെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ആഡ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ബിരിയാണി റെഡി ആയിട്ടുണ്ടേ. ഈ റൈസ് മാത്രം കഴിക്കാൻ തന്നെ നല്ല സ്വാദാണ് കേട്ടോ. സൈഡായിട്ട് വേണമെങ്കിൽ കുറച്ച് സാലഡോ അച്ചാറോ എന്ത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ എനിക്ക് ഈ ബിരിയാണി ഇതുപോലെ വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ എന്നെപ്പോലെ ബിരിയാണി കഴിക്കാൻ ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേ കാത്ത് വാസം വേറെ, അതേ മണ്ണ് വണ്ണം വേറെ, அதே மக்க வாழ்க்கை வேற, ஒண்ணு மட்டும் மாறவில்லை. மத்த நாட்டு சுவையெல்லாமே ஒத்த வேலை உடைய போல, சுத்தமான நம்மூர் சுவையோ ஆத்தா தந்த உசுர போல. மூட்டி பாசம் கொட்டி சமைச்சது திண்டுக்கல்லு தலப்பா கட்டி, நெய்யூத்தி நேசம் கொட்டி இழுக்குது திண்டுக்கல்லு தலப்பா கட்டி.